ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ സുഭദ്രാഹരണവും ഭഗവാൻ സുതദേവ സന്ദർശനവുമാണ് പ്രധാനമായിട്ടും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതദേവ ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ ഭഗവാനും ഋഷിമാരും എല്ലാവരും കൂടെ ചെന്നു. അദ്ദേഹം യഥാവിധി യഥാശക്തി അവരെ, കാരണം സമ്പത്തും ദരിദ്ര ബ്രാഹ്മണനായിരുന്ന ഒരു സുതദേവനാണ് ഇവിടെ നാം കണ്ടത്. അദ്ദേഹം യഥാശക്തി തനിക്ക് പറ്റുന്ന വിധത്തിൽ ഇവരെയൊക്കെ ആദരിച്ചിരുത്തി അർഘ്യപാദാദികൾ യഥാവിധി ചെയ്തു. ഭക്തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഭഗവാനെ കണ്ടിട്ടുള്ള മഹാഭാഗ്യത്തെ ആലോചിച്ചുകൊണ്ട് ഇദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്ന രംഗമാണ് നാം കണ്ടത്. ഭക്തന്റെ ഹൃദയത്തിൽ കുടികൊണ്ട് അവനെ വളരെ വേഗം സ്വഗ്രഹത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ പ്രാപ്തനാക്കുന്നതിന് സഹായകമായിരിക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ അവിടുന്ന് നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങയുടെ ഈ നേരിട്ടുള്ള നിർദ്ദേശം ഭക്തഹൃദയത്തിൽ അങ്ങ് കുടികൊള്ളുന്നുണ്ടെന്ന കാര്യം ഒരു ഭക്തന് മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ. അതേസമയം ജീവിതത്തിന്റെ ശാരീരിക സങ്കല്പം മാത്രമുള്ള വിഷയസുഖങ്ങളിൽ മുഴുകി കഴിയുന്ന ഒരുവന് എപ്പോഴും യോഗമായയുടെ തിരശ്ശീലയ്ക്ക് മറഞ്ഞതായിട്ടിരിക്കും അങ്ങയുടെ സ്ഥിതി. അങ്ങനെയുള്ളവന് അങ്ങ് വളരെ അടുത്ത് അവന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെടാൻ തീരെ സാധിക്കുകയില്ല. ഭക്തി രഹിതൻ അങ്ങയെ കാണുന്നത് ആത്യന്തികമായിരിക്കുന്ന മരണമായിട്ടാണ്. പൂച്ച കടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പൂച്ചക്കുട്ടിയെയും എലിക്കുഞ്ഞും തമ്മിലുള്ള അന്തരമാണ് ഇവിടെ പറയുന്നത്. പൂച്ചയുടെ വായിലെ പൂച്ചക്കുട്ടിക്ക് മാതൃവാത്സല്യവും എലിക്കുഞ്ഞിന് മരണഭീതിയുമാണ് അനുഭവപ്പെടുന്നത്. അതേപോലെ അങ്ങ് എല്ലായിടത്തുമുണ്ട്. ഭക്തന് പരമഗുരുവും ദാർശനികനുമാണ് അങ്ങ്. അതേസമയം ഭക്തിശൂന്യന് ക്രൂരമായ മരണവും, അതിനാൽ നിരീശ്വരൻ ദൈവസാന്നിധ്യത്തെ മരണമായി കരുതുന്നു. ഭക്തനാകട്ടെ തൻ്റെ ഹൃദയത്തിലെ ദൈവസാന്നിധ്യം എപ്പോഴും അറിയുന്നു. അങ്ങിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുന്നു. ഭൗതിക ലോകത്തിന്റെ മാലിന്യങ്ങൾ ഏശാതെ അതീന്ദ്രിയമായ ജീവിതം നയിക്കുന്നു. ഇവിടെ ഭക്തിയുടെ അല്ലെങ്കിൽ ശരണാഗതി പ്രാപിക്കുന്ന ഭക്തന്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പരലോകത്ത് അല്ലെങ്കിൽ പിതൃലോകത്ത് നമ്മൾ എത്തിയാൽ സൂക്ഷ്മ ശരീരമായിട്ട് നിൽക്കുന്നവരുടെ ഈ 3 തലങ്ങളിലുള്ളവർക്ക് തീരെ ഭക്തി ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അവർ പൂർണ്ണമായിട്ടും സംസാര ബന്ധനത്തിലായിരിക്കും. ആ ബന്ധനത്തിന് അനുസരിച്ചുകൊണ്ടായിരിക്കും അവരുടെ സൂക്ഷ്മ തലത്തിലെ സ്ഥിതി പോലും. അവർ വീണ്ടും വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കുകയും ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ച് പതുക്കെ പരിണാമങ്ങൾക്ക് വിധേയമായി ശുദ്ധീകരിക്കപ്പെട്ട് അടുത്ത തലത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ് കുറച്ച് നിരീശ്വരവാദമൊക്കെ പോയിട്ട് ഈശ്വരവാദത്തിലേക്കും, ഗീതയിലെ 7-ാം അധ്യായത്തിൽ പറയുന്ന ചതുർവിധ ഭജന്തേ മാം, എന്നെ ആരൊക്കെയാണ് ഭജിക്കാത്തത് എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. അത് ഈ 3 തലത്തിലുള്ളവർക്ക് ഒരിക്കലും ഈശ്വരനെ ഭജിക്കാൻ സാധിക്കില്ല. അവർ മായയിൽ പെട്ടിരിക്കുന്നവരായിരിക്കും. അവർക്ക് ജീവിതം തന്നെ നിത്യ നരകമായിരിക്കും. സനാതനമായിരിക്കുന്ന ധർമ്മത്തിന്റെ മൂല്യമോ ആചാര സംവിധാനങ്ങളിൽ വിശ്വാസമോ ആചരണത്തിൽ അവരെ ഈശ്വരനെ പറ്റി അംഗീകരിക്കുന്ന പ്രകൃതക്കാർ വരെ ആയിരിക്കില്ല എന്നർത്ഥം. അപ്പൊ ഈ 3 തലത്തില് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരകം, നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വര ശക്തി പ്രവർത്തിക്കുന്നത് ഈ 3 തലത്തിലാണെങ്കിൽ, അതായത് 3 സ്റ്റേജിൽ വരെയുള്ളത് ഭൗതിക സുഖഭോഗങ്ങളിൽ മാത്രം രമിച്ച് ജീവിക്കുന്ന മനുഷ്യരിൽ തന്നെ മറ്റ് ജീവജാലങ്ങളൊക്കെ അങ്ങ് മൂലാധാരത്തിൽ കിടക്കുന്ന ശക്തി അനേക ജന്മങ്ങളിലൂടെ അവിടെ കൾച്ചറും നേച്ചറും തുലനാവസ്ഥയിൽ പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് ഓട്ടോമാറ്റിക്കായി വരുന്ന സ്ഥിതിയിൽ ആത്മസ്ഥിതി അനുസരിച്ചു കൊണ്ടാണ് മനുഷ്യ ശരീരം കിട്ടുന്നത്. മനുഷ്യ ശരീരം തന്നെ കിട്ടിയാൽ 3 തലത്തിൽ നിരീശ്വരവാദമായിരിക്കും.
ഭൗതിക ലോകത്ത് മാത്രം ജീവിച്ചിരിക്കുന്നവരായിരിക്കും. അവർ നിത്യ നരകത്തിലായിരിക്കും ചെയ്യും. ഓരോ ജന്മങ്ങളിലും വിവിധങ്ങളായിട്ടുള്ള ഭൗതിക സുഖഭോഗങ്ങളിൽ മുഴുകി അതിൽ ബന്ധനങ്ങൾ ഉണ്ടാക്കി സംസാര ബന്ധനത്തിൽ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. അവരവിടെ നിന്ന് ഉയർന്ന ആ കാലങ്ങളോളം അതും പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരാൻ തക്കവണ്ണം അനുഭവത്തിലൂടെ ജ്ഞാനം നേടും. അതിനുള്ള പക്വത സ്വയം കൈവരും. അപ്പോഴാണ് നാലാമത്തെ തലത്തിലേക്ക് എത്തുക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനുഭവിക്കുന്നതൊക്കെ പ്രയത്നങ്ങളാണല്ലോ. കർമ്മങ്ങൾ ചെയ്യുന്നതനുസരിച്ചുള്ള കർമ്മഫലം ഓരോ ജന്മത്തിലും കഴിഞ്ഞ ജന്മം ചെയ്തതിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുക. അത് ഏത് തലത്തിലായിരുന്നാലുമില്ല. സൂക്ഷ്മ ശരീരത്തിന്റെ 7 തലത്തിൽ എത്തുന്നത് വരെ സ്വയമേവ ആത്മസമർപ്പണം സമർപ്പിക്കുന്നത് വരെ, ആ പരമപദം പ്രാപിക്കുന്നത് വരെ ഈ ജനന മരണങ്ങൾക്ക് വിധേയമാണ്. അത് ഈ 3 തലത്തിലാണ് ഏറ്റവും കൂടുതൽ പരലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരലോകം വരെ വിഷമഘട്ടത്തിലേക്ക് നമുക്ക് കഴിച്ചു കൂട്ടാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അതേ നിത്യനരകം എന്നുള്ള അവസ്ഥ അനുഭവിക്കുന്നത്. ഭൂമിയിൽ വന്നാലും നിത്യനരകമായിരിക്കും, പരലോകത്തെത്തിയാലും നിത്യനരകമായിരിക്കും. അപ്പം ഭൂമിയിൽ വന്നാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മിശ്രിത നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും, ഈ 4 തലത്തിലുള്ളവരും ഈ 7 തലത്തിലുള്ളവരില്ലേ 6 തലത്തിലുള്ളവരെ 7 തലത്തിലേക്ക് 7ാമത്തെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈശ്വരനിലേക്ക് വിലയം പ്രാപിക്കും. 6 തലത്തിലുള്ളവർ ഈ ഭൂമിയിൽ മിശ്രിതമായിട്ടുണ്ടാവും. ഇതിനാരാണ് നല്ലവര് ചീത്തവര്, യഥാർത്ഥ സ്പിരിച്വൽ ആക്ടിവിറ്റിയിൽ ആധ്യാത്മികതയിൽ ശ്രേഷ്ഠത നേടിയിട്ടുള്ള ബ്രഹ്മചാരികൾ ആരാന്നൊക്കെ അവരുടെ സ്വഭാവത്തിൽ നിന്നും അവരുടെ ആചരണങ്ങളിൽ നിന്നും ചലനങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാമെങ്കിലും ഇവിടെ ഈ 7 തലത്തിലുള്ളവരും ഒന്നിച്ച് മിക്സായിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിൽ ആരാണ് സജ്ജനം ദുർജനം എന്നൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം എക്സ്പീരിയൻസും അനുഭവമൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇതിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതേസമയം പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതില് വ്യത്യാസമുണ്ട്. സജ്ജനങ്ങളെല്ലാം സജ്ജനങ്ങളുടെ കൂടെ ആയിരിക്കും. അതായത് 4ാമത്തെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ സജ്ജനങ്ങളുടെ പട്ടികപ്പെടും, ഭക്തരായിരിക്കും അവർ. അതിനിടയ്ക്ക് ഗതിവിധികൾ സംഭവിച്ചാലും 7ാമത്തെ തലത്തിൽ എത്തുന്നത് വരെ അവര് പരസ്പരം സഹായിച്ചും പരസ്പരം സഹകരിച്ചും വർത്തിക്കുന്ന സജ്ജനങ്ങളായിരിക്കും. അവരൊരിക്കലും അധപ്പതനത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നവരായിരിക്കും. ഇനി ശരീരം എടുത്ത് വന്നാൽ തന്നെ അവരെ ആ പൂർവ്വജന്മ ആർജിതമായിട്ടുള്ള ആ തലത്തിൽ നിന്ന് അധപ്പതിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കും. അവരെ സഹായിക്കാനും സജ്ജനങ്ങൾ തന്നെ ജന്മം എടുത്ത് വരികയും ചെയ്യും. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഗഹനമായ വിഷയങ്ങളാണെന്നർത്ഥം. ഇത്രയും തലത്തിലേക്കൊന്നും സാധാരണ ബ്രഹ്മജ്ഞാനികൾ തന്നെ പോകാറില്ല. കാരണം ഇത് അങ്ങനെ എളുപ്പം മനസ്സിലാകാവുന്ന സ്ഥിതിയല്ല. സൂക്ഷ്മതലത്തിലെ പരലോകത്തിന്റെ അവസ്ഥ എന്താ, ഇല്ലേ പിതൃലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ഈ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരീരം തെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടിരിക്കുക. അതുകൊണ്ട് അതിന്റെ അപ്പുറത്തെ തലത്തിലേക്കുള്ളത് ആഫ്റ്റർ ഡെത്തിനെ പറ്റി ഒന്നും ആരും ചിന്തിക്കുന്നില്ല. വളരെ ഗഹനമായ വിഷയമാണെന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് അതാണ് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണചരിതം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചരിതാമൃതം എന്ന് പറയുന്ന സംഗതി സ്വല്പം ഗഹനമായ വിഷയമാണ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും കണ്ടതാണ്. ദേവകിയുടെ മരിച്ചുപോയ പുത്രന്മാരെ സുതലത്തിൽ പോയിട്ട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ. ഇതൊക്കെയാണ് പരലോകത്തെ അവസാനർത്ഥം. പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില സങ്കേതങ്ങളൊക്കെ ഉണ്ട്. സുതലം, നരകം, സ്വർഗം എന്നൊക്കെ പറയുന്ന തലങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ കർമ്മ ബന്ധനങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അനുഭവത്തിലൂടെ ക്ലിയറൻസ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ മാലിന്യങ്ങളെ ഇല്ലാതാക്കണം. നല്ലതായാലും ചീത്തയായാലും ഇല്ലാതാക്കണം. അപ്പോഴേ പരമമായ ശുദ്ധിയിലേക്ക് എത്തൂ. പരമശുദ്ധിയിൽ എത്തുമ്പോഴാണ് 4ാമത്തെ തലത്തിലും അതിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുക. അത് 4 തട്ടുകളായിട്ട് 7 തട്ടുകളായിട്ട് തിരിച്ചാൽ ആദ്യത്തെ 3 തട്ടുകളിൽ കിടക്കുന്നവർക്ക് ഈ നരക യാതനകൾ നിത്യമായിട്ട് ജനിച്ചാലും സൂക്ഷ്മതലത്തിലും അവർക്ക് ശാന്തിയും സമാധാനം ഉണ്ടാവില്ല എന്ന്. അവർ വീണ്ടും ആ ബന്ധനത്തിൽ പെട്ടുകൊണ്ട് അങ്ങനെ ഉഴലുന്ന അവസ്ഥയുണ്ടാവും. ആത്മശാന്തി ഇല്ലാത്ത ആത്മാക്കൾ എന്നൊക്കെ പറയുന്നത് ഈ തലത്തിൽ നിൽക്കുന്നവരാണ്. അവർ വീണ്ടും ജനിച്ച് ശരീരം പ്രാപിച്ച് ഇവിടെ വന്ന് അനുഭവസ്ഥമാക്കി അതിൽ നിന്ന് അവരുടെ ഈ ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നതനുസരിച്ച്, കർമ്മശുദ്ധി നേടുന്നതനുസരിച്ച് അവർക്ക് 4ാമത്തെ തലത്തിലേക്ക് എത്താൻ സാധിക്കും. 4ാമത്തെ തലത്തിൽ എത്തുമ്പോഴാണ് ഭഗവാൻ 7ാമത്തെ അധ്യായത്തിൽ ഗീതയിൽ പറഞ്ഞ ആ ഭക്തരുടെ ലിസ്റ്റിൽ പെടുക. ചതുർവിധ ഭജന്തേ മാം യേ ജനാ പരിപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം.
ആ അനന്യ ചിന്തയിലേക്ക്, അല്ലെങ്കിൽ ഭക്തിയല്ലാതെ മറ്റൊന്നുമില്ല. ചതുർവിധ ഭജന്തേ മാം എന്ന് പറഞ്ഞാൽ 4 തലത്തിൽ നമുക്ക് ഭജിക്കാം. ഭക്തിയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് 4ാമത്തെ തലത്തിൽ എത്തുമ്പോഴാണ്. 4ാമത്തെ മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രമോഷൻ കിട്ടി എത്തുമ്പോഴാണ് ആ ആത്മാക്കൾക്ക് ഭക്തിയുടെ ഭാവം ഉണ്ടാകും. അല്പമെങ്കിലും ദൈവാധീനം ഉണ്ടാകണമെങ്കിൽ, പ്രകാശിക്കണമെങ്കിൽ, അവർക്ക് ശാന്തിയും സമാധാനവും വല്ലപ്പോഴെങ്കിലും അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, ഈശ്വരഭക്തിയുടെ പരിണത ഫലങ്ങൾ എന്താണെന്നുള്ള തിരിച്ചറിവ്, ആ ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്നതൊക്കെ 4ാമത്തെ തലത്തിലാണ്. ഈ പച്ചയായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആത്മശക്തി നമ്മുടെ ഹൃദയകമലത്തിൽ അഥവാ അനാഹത ചക്രത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളൊക്കെ ഭക്തിഭാവത്തിലേക്ക് വരിക. അതുവരെ നമ്മൾ അധപ്പതിച്ച അവസ്ഥയിലായിരിക്കും എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠത. അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ നിന്ന് മണ്ഡലങ്ങളിലേക്കുള്ള ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ, അപ്ഗ്രേഡേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മണ്ഡലത്തിൽ തന്നെ ചിലപ്പോൾ അനേക ജന്മങ്ങൾ വേണ്ടി വരും. അപ്പം അനേക ജന്മങ്ങളിലാണ് ഈ 3 തലം തന്നെ കിടക്കുക. മൂലാധാരത്തിൽ കിടക്കുന്ന ശക്തിയെ സ്വാധിഷ്ഠാനത്തിലേക്കും, സ്വാധിഷ്ഠാനത്തിൽ നിന്ന് മണിപ്പൂരകത്തിലേക്കും എത്തി അവിടം വരെ എത്തണമെങ്കിൽ തന്നെ അനേക ജന്മങ്ങൾ ചിലപ്പം നമ്മൾ ഈ കർമ്മബന്ധനത്തിൽ തന്നെ വീണ്ടും വീണ്ടും ജനിച്ച് അതിൽ കർമ്മശുദ്ധി വരുന്നതനുസരിച്ചാണ് 4ാമത്തെ തലത്തിലേക്ക്. 4ാമത്തെ തലത്തിൽ എത്തുന്നത് വരെ നമ്മൾ ഭഗവാനെ ഭജിക്കുന്നവർ ഭഗവാനെ പറ്റി യാതൊരു ബോധവുമില്ലാത്ത, ആത്മബോധമില്ലാത്തവരായിരിക്കും എന്നർത്ഥം. ഈശ്വരനെ പറ്റി മറ്റൊരു ആത്മബോധം എന്ന് പറയുന്നത് പോലും ഈശ്വര സങ്കല്പത്തിലേക്ക്, മറ്റു 33 കോടി ദേവതാ സങ്കല്പത്തിലേക്ക്, ഈശ്വര ഭക്തി ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരായാലും വേണ്ടില്ല, ഭക്തി എന്ന ഭാവം, ഈശ്വര വിശ്വാസം ഉണ്ടാകണമെങ്കിൽ വരെ 4ാമത്തെ തലത്തിലെത്തണം. ഇല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ഈശ്വര വിശ്വാസം ഉണ്ടാകില്ല. അവരേത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, എവിടെ ജനിച്ചോട്ടെ, സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ ഒക്കെ ആയിക്കോട്ടെ, അവർക്ക് യഥാർത്ഥ വിശ്വാസം, ഈശ്വര ഭക്തി ഉണ്ടാകില്ല എന്നർത്ഥം. 3 തലത്തിലുള്ളവർക്ക് അവിടെ നിന്ന് അനേക ജന്മങ്ങളിൽ നിന്ന് അവർക്ക് ഭക്തിയുടെ ശ്രേഷ്ഠത കുറേശ്ശെ വരുന്നതനുസരിച്ചാണ് ഭജിക്കാൻ തുടങ്ങുക. ആ ഭജിക്കാൻ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ചതുർവിധ ഭജന്തേ മാം ഏ ജന പരിവാസതേ ആർത്തോ ജിജ്ഞസുരർത്ഥാർത്ഥി ജ്ഞാനി ച പരതക്ഷപ. 4 വിധത്തിലുള്ളവരാണ് എൻ്റെ ഭക്തരായിട്ട് മാറുക. 1 ദുഃഖിക്കുന്നവര്, 2ാമത് അവിഷ്ടസിദ്ധിക്കായിക്കൊണ്ട് ഭജിക്കുന്നവര്, 3ാമത്തത് എന്നെ അന്വേഷിക്കുന്നവര്, യഥാർത്ഥ ശക്തി എന്താണെന്ന് അന്വേഷണ ബുദ്ധിയുള്ളവർ. ഇതിലൊക്കെ ഉപരിയാണ് ആത്മജ്ഞാനികൾ. അപ്പൊ തുടക്കത്തിൽ നമ്മൾ ദുഃഖം വരുമ്പോൾ ഈശ്വരനെ ഭജിക്കുന്നവരായിരിക്കും. ഈ ദുരിതങ്ങളൊക്കെ പല പ്രാവശ്യം അനുഭവിച്ച് ഇതിൽ നിന്ന് കരകയറാൻ എന്താണെന്നുള്ള അന്വേഷണത്തിനാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക്, വിശ്വാസത്തിലേക്ക് നമ്മൾ കടക്കുക. അപ്പോഴാണ് ആദ്യത്തെ കവാടം കടക്കുക, 4ാമത്തെ പടിയുടെ 4ാമത്തെ മണ്ഡലത്തിൽ പ്രവേശിക്കുന്നത്. ഈ 4 വിധത്തിലുള്ള ഭക്തരിൽ ആദ്യത്തെ ഭക്തരാകുന്ന ദുഃഖ നിവാരണം അന്വേഷിച്ച് വരുന്നവരായിരിക്കുന്നത്. വളരെ കൃത്യമാണത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ അന്വേഷിച്ചാൽ അറിയാം നമ്മളെങ്ങനെയാണ് ഭക്തരായത്. ഏതെങ്കിലും തരത്തിലുള്ള സഹിക്കാൻ വയ്യാത്ത, ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ മുഖേനയോ ഒരു തരത്തിലും പരിഹാരമാർഗം കണ്ടെത്താൻ പറ്റാത്ത ദുഃഖ കാരണമായിട്ടായിരിക്കും നമ്മൾ ഈശ്വരനെ അഭയം പ്രാപിക്കുക എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് മനുഷ്യജന്മത്തിൽ ഭക്തിമാർഗത്തിലേക്ക് വരുന്നത് ദുഃഖിതരായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. അതിലെത്തിയാൽ തന്നെ അവിടെ ഈ യോഗമായയുടെ പ്രഭാവം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ 3 തലത്തിൽ കുടുങ്ങിക്കിടക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഒരുവൻ എപ്പോഴും യോഗമായയുടെ തിരിശീലയ്ക്ക് ഭഗവാൻ മറിഞ്ഞിരിക്കും. ഭഗവാൻ തന്നെയാണ് ഇവരുടെയൊക്കെ ശരീരത്തിൽ മൂലാധാരത്തിൽ ഇരിക്കുന്നതെങ്കിലും ആ വ്യക്തിക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അതാണ് യോഗമായയുടെ പ്രഭാവം. ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് മറച്ചു വെക്കപ്പെടുന്നു. അതാണ് പ്രശ്നം. അങ്ങനെയുള്ളവന് അങ്ങ് വളരെ അടുത്ത് അവന്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെടാൻ തീരെ സാധിക്കില്ല. അവൻ ഭക്തിരഹിതനായിരിക്കും. അങ്ങയെ കാണുന്നത് ആത്യന്തികമായ മരണമായിട്ടാണ്. ആ മരണസമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈശ്വരനെ ഒന്ന് വിചാരിക്കാൻ തോന്നുക. അതായത് എനിക്ക് എന്തുകൊണ്ട് ഈ ഗതി വന്നു, ഇല്ലെങ്കിൽ മരണയാതന, ഇല്ലെങ്കിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് ഫ്ലാഷ് അടിച്ചു പോകുന്ന പോലെയൊക്കെ ഈശ്വര വിചാരമൊക്കെ വരും. അതും ഈ 3 തലത്തിൽ സ്ഥിതി വ്യത്യാസം വരുന്നതനുസരിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത തന്നെ വരിക. അപ്പൊ ഭക്തിരഹിതൻ അങ്ങയെ കാണുന്നത് ആത്യന്തികമായിട്ടുള്ള മരണമായിട്ടായിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉള്ളതായിട്ടും അവന് ചിന്തിക്കാൻ സാധ്യമല്ല.
അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഒരു നിരീശ്വരൻ, അതിനാൽ നിരീശ്വരൻ ദൈവ സാന്നിധ്യത്തെ മരണമായി കരുതാൻ ഇടവരും. ഭക്തനാകട്ടെ തൻ്റെ ഹൃദയത്തിൽ ദൈവിക സാന്നിധ്യം എപ്പോഴും അറിയുന്നു. അതായത് 4ാമത്തെ തലത്തിലേക്ക് എത്തുമ്പോഴേ ഈ ഭക്തിയുടെ ഭാവം നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അങ്ങിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുന്നു. ഭൗതിക ലോകത്തിൽ മാലിന്യങ്ങൾ ഏശാതെ അതീന്ദ്രിയമായിട്ട് ജീവിതം നയിക്കുന്നു. ഇനി അങ്ങയിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൈക്കൊള്ളുന്നു പറഞ്ഞാൽ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അറിവും മറവിയും ഓർമ്മയും തരും. അതായത് മനസാക്ഷി രൂപത്തിൽ നമുക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കിട്ടും. അത് കിട്ടുന്ന ആ മനസാക്ഷി എന്താണോ പറയുന്നത് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാക്കണം. ചിന്തയായിക്കോട്ടെ, വാക്കായിക്കോട്ടെ, പ്രവർത്തിക്കായിക്കോട്ടെ. അത് നമ്മൾ അവഗണിക്കാൻ തുടങ്ങിയാൽ അത് പിന്നെയും അറിഞ്ഞു പോകും. പിന്നെ നമ്മൾ തന്നെ പ്രത്യക്ഷത്തിൽ നോക്കുള്ളൂ. നമ്മൾ ആർക്കെങ്കിലും ഉപദേശം കൊടുക്കും, ഇന്നത് രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ മക്കൾക്കായാലും വേണ്ടില്ല, മറ്റ് നമുക്ക് സുഹൃത്തുക്കൾക്കായാലും നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്തു പറഞ്ഞിട്ടും അത് അവഗണിക്കുന്ന അവസ്ഥയുണ്ടായാൽ പിന്നെ കുറേ സമയം കഴിയുമ്പം പല പ്രാവശ്യം പറഞ്ഞിട്ടും അത് മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല, അവരതനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറച്ചിൽ നിർത്തും. ഇനി എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയും. ഇതേപോലെ തന്നെ നമ്മുടെ മനസാക്ഷി ഈശ്വരൻ സാക്ഷിയാണ്. അപ്പം നന്മ തിന്മകളെ നമുക്ക് ഇൻഡിക്കേഷൻ നൽകിക്കൊണ്ടിരിക്കും. ആ ഇൻഡിക്കേഷൻ കിട്ടുന്നത് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുക, ആചരണത്തിൽ മാറ്റം വരുത്തുകയും വേണം. അത് നമ്മൾ അവഗണിച്ചാൽ എന്താ കുഴപ്പമെന്ന് കഴിഞ്ഞാൽ പിന്നെ യോഗനിദ്രയിലായി പോകും, അത് മറിഞ്ഞു പോകും. പിന്നെ ഒരിക്കലും നമുക്ക് കുറേ കാലത്തേക്ക് അത് പ്രവർത്തിതമല്ലാതെ നമ്മൾ ഭൗതിക ലോകത്ത് മാത്രം ജീവിച്ചിരുന്ന അതൊക്കെ പോയി പ്രശ്നത്തിൽ പെടുമ്പോഴായിരിക്കും അപ്പം നമുക്ക് തോന്നും, അയ്യോ എനിക്ക് ഇതിനെ പോലെ ശരിയായിട്ട് തോന്നിയതായിരുന്നു, അന്നേരം അത് ചെയ്തില്ല. ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ഇഗ്നോർ ചെയ്തതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അപ്പോൾ ദൈവിക നിർദ്ദേശങ്ങൾ നന്മ തിന്മകളെ നമ്മളെ വിളിച്ചറിയിക്കുന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഭഗവാൻ ശംഖ് പിടിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.